സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഓണാഘോഷം അട്ടിമറിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നീക്കമെന്ന് പരാതി. സ്കൂളുകൾ അടയ്ക്കുന്ന ഈ മാസം 21-ന് 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നിശ്ചയിച്ചതിൽ വിമർശനം ശക്തം. ആദ്യമിറക്കിയ ടൈം ടേബിളിൽ 21-ന് പരീക്ഷ ഇല്ല എന്നിരിക്കെ പരീക്ഷ ടൈം ടേബിളിലെ പുതിയ ക്രമീകരണം ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് ദേശീയ അധ്യാപക പരിഷത്ത്. ഓഗസ്റ്റ് 21-ന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തുകയാണ്. ഓണം അവധിക്കായി സംസ്ഥാനത്ത് സ്കൂളുകൾ അടയ്ക്കുന്നത് ഓഗസ്റ്റ് 21-നാണ്. അന്നേ ദിവസം 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നിശ്ചയിച്ചതിലൂടെ സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾ അട്ടിമറിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിക്കുന്നതെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. ആദ്യഘട്ടത്തിൽ പരീക്ഷ നിശ്ചയിക്കാതിരിക്കുകയും പിന്നീട് ടൈം ടേബിൾ തിരുത്തൽ വരുത്തിയതിൽ വിമർശനവും ശക്തമാകുന്നുണ്ട്. ഒരേ സ്കൂളിൽ ഒരേ സമയം പരീക്ഷയും ഓണാഘോഷവും എങ്ങനെ നടത്താനാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. വിദ്യാർത്ഥികൾക്ക് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കുന്ന തരത്തിലുള്ള പരീക്ഷാ ക്രമീകരണം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആദ്യമിറക്കിയ ടൈം ടേബിളിൽ 21-ന് പരീക്ഷ ഇല്ലെന്നിരിക്കെ പരീക്ഷാ ടൈം ടേബിളിലെ പുതിയ ക്രമീകരണം ഹിന്ദു സമൂഹത്തോടുള്ള വെല്ലുവിളിയെന്ന് ദേശീയ അധ്യാപക പരിഷത്തും ആരോപിച്ചു. രക്ഷകർത്താക്കൾക്ക് പുറമെ വിവിധ അധ്യാപക സംഘടനകളും വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.